ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബേബി ലവ് എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ എപ്പോഴാണ് പ്രഗ്നൻസി പ്ലാൻ ചെയ്തത് എന്നതാണ് ഇന്നത്തെ ടോപ്പിക്ക്. ഞാൻ എൻ്റെ വിവാഹം കഴിയുന്ന സമയത്ത് എനിക്ക് 25 വയസ്സും എൻ്റെ ഹസ്ബൻഡിന് 30 വയസ്സുമായിരുന്നു. അപ്പോൾ ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ഒരു ഗോൾഡൻ ഏജ് എന്ന് പറയുന്നത് 23 മുതൽ 27 വയസ്സ് വരെയും, ഒരു ആൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം 25 മുതൽ 30 വയസ്സ് വരെയാണ് അവരുടെ ഗോൾഡൻ ഏജ്. അത് പ്രഗ്നൻസിയെ സംബന്ധിച്ചിടത്തോളമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ ഒരു ഏജിലാണല്ലോ. ഞാൻ 25 വയസ്സ്, ഹസ്ബൻഡ് 30 വയസ്സ്. അപ്പോൾ ഇനി നമ്മൾ വച്ച് താമസിപ്പിക്കേണ്ട ആവശ്യമില്ല എന്ന് കരുതി ഞങ്ങളുടെ പ്രഗ്നൻസി ഞങ്ങളുടെ വിവാഹത്തിന് മുമ്പ് തന്നെ പ്ലാൻ ചെയ്ത ഒരു കാര്യമാണ്. അതായത് ഞങ്ങൾ വിവാഹം കഴിഞ്ഞിട്ട് പ്രഗ്നൻസിക്ക് വേണ്ടി ഞങ്ങൾ ട്രൈ ചെയ്യും, കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്ന രീതിയിൽ ഞങ്ങൾ ശ്രമിക്കും എന്ന് പ്ലാൻ ചെയ്തു. അത് ഞങ്ങൾക്ക് ഒരു 2 വർഷം അല്ലെങ്കിൽ 3 വർഷം കഴിഞ്ഞിട്ട് ഞങ്ങൾ കുഞ്ഞുങ്ങളെ മതി എന്ന രീതിയിലല്ല ഞങ്ങൾ ഇതിനു മുമ്പ് പ്ലാൻ ചെയ്തത്. അപ്പോൾ വിവാഹം കഴിഞ്ഞു, ഞങ്ങൾ ഒട്ടും വൈകാതെ തന്നെ പ്രഗ്നൻസിക്ക് വേണ്ടി ട്രൈ ചെയ്യുകയുണ്ടായി. പക്ഷേ ആ സമയത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലൈഫിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം എൻ്റെ എഡ്യൂക്കേഷനുണ്ട്, എൻ്റെ കരിയർ കിടപ്പുണ്ട്, എൻ്റെ ജോലി കിടപ്പുണ്ട്. അപ്പം ഇതെല്ലാം ഒരു ഭാഗത്തുണ്ട് എങ്കിലും അതുപോലെ തന്നെ നിങ്ങളുടെ ഫിനാൻഷ്യൽ സെറ്റപ്പ്, നിങ്ങളുടെ ഫാമിലി സെറ്റപ്പ് ഒന്ന് ഉയർത്തിക്കൊണ്ടുവരണം, അല്ലെങ്കിൽ നിങ്ങളൊന്ന് സെറ്റിൽഡ് ആവണം എന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ ഞങ്ങൾ അതിനല്ല മുഖ്യസ്ഥാനം കൊടുത്തത്. എന്ന് കരുതി ഈ പ്രഗ്നൻസി ആകുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ആ ഒരു പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുന്നതിന് വേണ്ടി മാത്രമല്ല ഞങ്ങളുടെ സമയം മാറ്റി വെച്ചത്. ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള ലൈഫ് മുന്നോട്ട് പോകുന്നതിനൊപ്പം ഞങ്ങൾക്ക് പിന്നെ കളയാൻ വേണ്ടി സമയമില്ല. കാരണം ഏജ് ഇത്രയായതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് ഏജിന് ഇനിയും റിസ്ക് ഫാക്റ്റ് കുറച്ചുകൊണ്ടുള്ള ഏജ് ലിമിറ്റ് അല്ല ഞങ്ങൾ ആയിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഒട്ടും താമസിക്കാതെ തന്നെ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ ഉടൻ തന്നെ ഞങ്ങൾ പ്രഗ്നൻസിക്ക് വേണ്ടി ട്രൈ ചെയ്യുകയുണ്ടായി. പക്ഷേ അതിൻ്റെ അതിൻ്റെ റിസൾട്ട് നെഗറ്റീവ് ആയിരുന്നു. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് വരുന്ന വീഡിയോസിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഈ ഒരു ഗോൾഡൻ പീരീഡിലാണ് നിങ്ങളുടെ വിവാഹം നടക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വച്ച് താമസിപ്പിക്കരുത്. നിങ്ങൾ പ്രഗ്നൻസിക്ക് വേണ്ടി ട്രൈ ചെയ്യുക. നിങ്ങളുടേതായിട്ടുള്ള കരിയറും നിങ്ങളുടെ എഡ്യൂക്കേഷനും നിങ്ങളുടേതായിട്ടുള്ള ഫാമിലി സെറ്റപ്പും നിങ്ങളുടെ ഫിനാൻഷ്യൽ സെറ്റപ്പും ഒക്കെ അതിനൊപ്പം നിങ്ങൾ ഈ പ്രഗ്നൻസിക്ക് കൂടെ ട്രൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാരണം നമ്മുടെ ഏജ് നമ്മുടെ കയ്യിൽ നിൽക്കില്ല, നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു വിഷയമാണ്. പിന്നെ കുഞ്ഞുണ്ടാവുക എന്നത് നമ്മുടെ കയ്യിൽ മാത്രം ഒതുങ്ങുന്നൊരു കാര്യമല്ലല്ലോ, നമ്മുടെ ദൈവം കൂടെ വിചാരിക്കണം. അപ്പോൾ ആ ദൈവം തരുമ്പോൾ നമുക്ക് സ്വീകരിക്കാം, എങ്കിലും നമ്മൾ ചെയ്തില്ല എന്നതുകൊണ്ട് നമുക്ക് ഉണ്ടാകാതിരിക്കാൻ പാടില്ല. അപ്പം അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും പ്രഗ്നൻസിക്ക് വേണ്ടി ആ ഒരു ഏജിൽ ട്രൈ ചെയ്യേണ്ട ആവശ്യമുണ്ട്. എല്ലാവർക്കും നല്ല നല്ല കുഞ്ഞുങ്ങളുണ്ടാകട്ടെ. ശുഭദിനം ആശംസിക്കുന്നു. താങ്ക് യു.